beauty along with tradition. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതമാണതേ തോന്നോ. എല്ലാത്തിനും ഭയങ്കര അങ്ങോട്ട് ചാരിയിരിക്കാം. താട്ടിലാടല്ലേ, താടിയിടം ഗുഹയാണത്. അതുണ്ടോ അറിയുന്നോ? കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഏതായി പുതിയ ജന്തു ആ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് വരുങ്ങി. എന്നിട്ട് ആരാറ് ചോദിച്ചു, ആരാണ് എന്റെ ഗുഹയിൽ? എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മച്ചാരാ? ഇത് കേട്ടാണ് ശരിക്കും മേടിച്ചിട്ടോ. എന്തായാലും മറ്റും രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദം ഉയർത്തി. അത് ചോദിക്കാം, നീ ആരാ? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നുപോയി. ഇവൻ നാളെ ജില്ലാനക്കാരനല്ല. സിംഹം സൂര്യനെക്കട്ടെ ഒറ്റയച്ച. ഞാൻ സിംഹം, ഈ കാട്ടിലെ രാജാവ്. എന്റെ ഗുഹയിൽ നിന്ന് ഉടനെ പുറത്തിറങ്ങി. അപ്പോൾ തന്നെ ആട് ചോദിച്ചു, അപ്പൊ നീയാണല്ലേ സ്വയം രാജാവാണെന്ന് പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകൾക്കും രാജാവ്. നിന്നെ തന്നെ ഞാൻ കാത്തിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോ സിംഹം തിരിഞ്ഞോടി. ഇതെല്ലാം കേട്ടുകൊണ്ട് സുത്തശാലിയായ കുറുക്കൻ സിംഹത്തിന് പിന്നാലോടി. രാജാവേ, ഒന്ന് നിന്നാലും. അങ്ങ് എങ്ങോട്ടാണ് ഓടുന്നത്? നിൽക്കാൻ നേരമില്ല. ആ ചക്രവർത്തിന്റെ കഥ കഴിച്ചു. ചക്രവർത്തിയോ? അതാര്? അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിപ്പുണ്ട്. ഈ രാജാവിന്റെ പൊണ്ടത്താടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. കുറുക്കൻ ഒളിച്ചിരിച്ചു. പ്രഭു, അങ്ങേ ആരോ പറ്റിച്ചതാ. കാര്യം എന്താണെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഗുഹയ്ക്കരികിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കൻ നാൾ പിടിക്കട്ടെ. എന്നിട്ട് സിംഹത്തിന്റെ അതിൽ ചെന്ന് പറഞ്ഞു, പ്രഭു, അങ്ങയുടെ ഗുഹയിൽ ഒരു ആടാണ്. ആടോ? അതെങ്ങനെ നിനക്കറിയാം? ഞാൻ ഗ്രാമത്തിൽ എത്ര ആടുകളാ മോഷിച്ചിട്ടുള്ളത്. അങ്ങ് വന്നാലും ശരിയാണെങ്കിൽ നമ്മുടെ ആളുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. അതെന്തു തെറ്റുകയാണെങ്കിൽ ആദ്യ വെള്ളത്തിന്നോട്ടെ. അങ്ങ് വന്നാലും മുന്നിൽ സിംഹത്തെയും കൂർക്കനെയും ഒരുമിച്ച് കൊണ്ടാടുന്ന വെപ്രാളമായി അവരുടെ വാൽകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയെ കണ്ടപ്പോൾ ആടിന് കാലം പിടികിട്ടി. ഈ വീറ് കൂർക്കന്റെ ധൈര്യത്തിലായി സിംഹം വന്നിരിക്കുന്നത് കാണിച്ചു കൊടുക്കാൻ ഞാൻ. ആടിന്റെ സ്വത്ത് നമ്മളെ തറഞ്ഞു കൊടുക്കാൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ചക്രവർത്തി ബുദ്ധിമാനായ ഇട്ടെടുത്തില്ല. നീയാണ് ശരിക്കും കുറുക്കൻ. ഞാനൊരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നല്ലേ? എന്താ മത്സ്യക്കുന്നത്? ആ കീഴാണ് കൊടുത്തല്ല വരും. അതോ ഞാൻ അങ്ങോട്ട് വരുന്നു? ഇത് കേട്ട സിംഹം കുറുക്കന്റെ നേരെ അലറി, എടാ ചതിയാ. പിന്നെ വെപ്രാളം വിട്ട് നോട്ടം വരുന്നു. വാലിൽ കേട്ട് കുറുക്കന്റെ കാര്യം എന്ന് പറയണ്ടല്ലോ. ആട് ഇത് കണ്ട് ഓർത്തോർത്തി ചിരിച്ചു. കൂട്ടുകാരെ, ഇതിന്ന് നമുക്ക് എന്തും മനസ്സിലാക്കാം. ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ ശക്തിയെക്കാളും ബുദ്ധിയാണ് പ്രധാനം. നന്ദി, നമസ്കാരം.
Lavanya Golden Diamonds. Beauty along with tradition.